നമസ്കാരം സുഹൃത്തുക്കളെ. നമുക്കെല്ലാവർക്കും പല ആഗ്രഹങ്ങളുമുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. കാരണം പല ചട്ടക്കൂടുകൾ നമ്മളെ അതിനെ പ്രേരിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അവിഹിതം. വിഹിതമല്ലാത്തത് അനുഭവിക്കാൻ പോകുന്ന ചിലരുടെ പ്രശ്നങ്ങളെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അമേരിക്കയിൽ നടന്ന സംഭവത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ് മാർട്ടിൻ എന്ന് പറയുന്ന സംഗീത നിശയിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് കണ്ട ഒരു ടെക് നിർമ്മിത കമ്പനിയുടെ CEO ആൻറ്റി, ആ കമ്പനിയുടെ പീപ്പിൾ ഓഫീസർ HR ആയിട്ടുള്ള ക്രിസ്റ്റ്യൻ, ഇവരുടെ 15 നിമിഷത്തെ ഒരു വീഡിയോ പുറത്തു വന്നു. ഹോൾ ലോകം മുഴുവൻ എന്നതാണ് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് അവിഹിതം. ഇത് പണ്ട് മുതലുള്ള സംഭവമാണ്, പെട്ടെന്ന് പൊട്ടി പുറപ്പെട്ടതൊന്നുമല്ല. ഈ ടെക്കിൻ്റെ കാലഘട്ടത്തിൽ, ഈ പറയുന്ന മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് എന്ന കാലഘട്ടത്തിൽ അത് കുറച്ചൊന്ന് പുറത്തേക്ക് മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നു. ഇതൊരു വിഹിതമല്ലാത്തത്, ഒരു മനുഷ്യനെ ഏറ്റവും നല്ല സാമൂഹ്യ ജീവിയാവുന്ന എപ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് അനുവദനീയമല്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടാതെ പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ സാമൂഹ്യ ജീവിയാവുന്നത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിഷയത്തിനെ കേരളത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്, ഒരു കൾച്ചർ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. കുറിപ്പുകളിൽ കൂടെ, റീൽസുകളിൽ കൂടെ, സിനിമയിൽ കൂടെ, യൂട്യൂബിൽ കൂടെ. ഇറ്റ്സ് എ കൂൾ ഫീച്ചർ. അവിഹിതം. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായി രമ്യതയിലല്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ലേ, സോ ഗെറ്റ് ഇൻ ടു അവിഹിതം. അതായത് ഈ പറയുന്ന 2000 ആദ്യ കാലഘട്ടത്തിൽ ഈ പ്രണയം, പിന്നെ ഈ പറയുന്ന മയക്കുമരുന്ന്. ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു എനി കമ്മ്യൂണിറ്റി. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയില്ല. ഈക്വലി ഈച്ച് ആൻഡ് എവരിബഡി. മലയാളത്തിലെ, കേരളത്തിലെ ഓരോ വ്യക്തിയും ഇതിന് ഉത്തരവാദിയാണ് ഈ പറയുന്ന എന്തിനും. ഇറ്റ്സ് നോട്ട് എ കെണിയല്ല. മയക്കുമരുന്ന് വന്നു, പ്രണയം വന്നു, ഇപ്പോൾ ഈ പറയുന്ന അവിഹിതം. മേക്ക് ഇറ്റ് കൂൾ. സിനിമകളിൽ കൂടെ പ്രണയം കൂളാക്കി മാറ്റിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഈ പറയുന്ന മയക്കുമരുന്ന് ഉപയോഗം കൂൾ. ഞാനൊരു നായകനാണ്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, അടിക്കുന്നു, കൂളാണ്. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് മൂന്നാമത് ഇപ്പോൾ എത്തിയിരിക്കുന്നു ഇതൊരു കൂളാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ഒരു കൂട്ടം ആളുകൾ. ഇവരുടെ ഉദ്ദേശം എന്താണ്? വേറൊന്നുമല്ല, നശിപ്പിക്കുക വസുദൈവ കുടുംബകം, നമ്മുടെ കൾച്ചറും. നോ പറയേണ്ട കാര്യങ്ങളെ നോ പറയാതെ മുന്നോട്ട് പോയി കുടുംബ ആ ഒരു പൈതൃകം ഇല്ലാതാക്കി മാറ്റുക. ഇവിടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്, അമേരിക്കയിൽ പിടിക്കപ്പെട്ട 2 വ്യക്തികളോട് ഹോൾ അമേരിക്ക, ലോകം മുഴുവൻ, കേരളം ഒഴികെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ 2 പേരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളുടെ കടമകൾ 100% ഉത്തരവാദിത്തോടെ നിർവഹിച്ചോ ഇല്ലയോ? ആ വ്യക്തി ആൻറ്റി ഒരു പിതാവാണ്, അദ്ദേഹം ഒരു കമ്പനിയുടെ CEO ആണ്. ഈ പറയുന്ന മറ്റ് യുവതി, അവരൊരു ഡിവോഴ്സാണെന്ന് കേട്ടു. അവരൊരു കമ്പനിയിലെ ചീഫ് പീപ്പിൾ ഓഫീസറാണ്, അതായത് അവരുടെ HR ആണ്. ചോദ്യം വളരെ സിമ്പിളാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾക്ക് നീതിപൂർവമായ ജോലി നിർവഹിക്കാൻ സാധിച്ചോ ഇല്ലയോ? അത് വീട്ടിലാകാം, ജോലി സ്ഥലത്തായിരിക്കാം. ജോലി സ്ഥലത്ത് 100% നീതിപൂർവമായി നിർവഹിക്കാൻ സാധിക്കില്ല. കാരണം എംപ്ലോയീസിൻ്റെ, ജീവനക്കാരുടെ കൂടെ നിൽക്കേണ്ട HR-ഉം മാനേജ്മെൻറ്റ് കൂടെ നിൽക്കുന്ന CEOയും ഒരുമിച്ച് ഒരേ നിമിഷം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ തീരുമാനങ്ങളിൽ തീർച്ചയായിട്ടും പക്ഷപാതം വന്നിരിക്കാം. അതിന് നടപടിയെന്നുകൊണ്ടാണ് ഈ 2 പേരെയും പുറത്താക്കിയിരിക്കുന്നത്. തൽക്കാലത്തേക്ക് അന്വേഷണം വരും, തീർച്ചയായിട്ടും അവർ 2 പേരും ജോലി നഷ്ടപ്പെടും. ഇനി കുടുംബത്തിലേക്ക് കടന്നു വരാം. ചോദ്യം എന്ന് പറയുന്നത്, 2 കുട്ടികളുടെ പിതാവാണ് ആൻറ്റി. വിവാഹബന്ധത്തിലിരിക്കുമ്പോൾ വേറെ യുവതിയുമായി അവിഹിതത്തിന് പോയി കഴിഞ്ഞാൽ താങ്കളുടെ കടമ നിർവഹിച്ചോ? മേക്ക് ഇറ്റ് കൂൾ. ഈ പറഞ്ഞ കൂളാക്കാൻ ശ്രമിക്കുന്നവരുടെ ചോദ്യമാണിത്. നിങ്ങൾ എന്ത് മറുപടി പറയും? കാരണം നിങ്ങൾക്കൊരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഒരുമിച്ച് മുന്നേറുകയാണ്. ഈ പറയുന്ന കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വാക്ക് കൊടുക്കുകയാണ്, 100% നമ്മൾ പരസ്പരം പൊരുത്തത്തോടെ അല്ലെങ്കിൽ ഒരു ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുമെന്നുള്ളത്, അല്ലേ? ഈ പറയുന്ന ഈ അവിഹിതം ഒരുപാട് പേര് കൂട്ടുപിടിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതൊരു കോമൺ സംഭവമാണ്. അവിഹിതം അബ്സല്യൂട്ട്ലി നോൺസെൻസ്. അമേരിക്കയിലെന്നല്ല ഒരു യൂറോപ്യൻ രാജ്യങ്ങളും അവിഹിതം ലീഗലൈസ്ഡ് അല്ല. അവിഹിതം പിടിക്കപ്പെട്ട 2 വ്യക്തികളുടെ ജോലി നഷ്ടപ്പെടും, വീട് നഷ്ടപ്പെടും, പേര് നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അമേരിക്കയിൽ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതിന് പോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം ഇതിനെ കൂളാക്കി മാറ്റാൻ ആരും ശ്രമിക്കുന്നില്ല. ഇവിടെ ഒരു യൂട്യൂബർ ആരുമില്ല. എല്ലാവർക്കും അറിയാം നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ പിടിക്കപ്പെട്ടാൽ. അവിടെ ഈ പറയുന്ന ഉണക്കമീൻ്റെ കഥ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കേസല്ല. കൂളായിട്ടൊന്നും ഇറങ്ങി പോകാൻ പറ്റില്ല. നോ. ഇവിടുത്തെ പെൺകുട്ടികൾ വളരെ സ്ട്രോങ് ആണ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. അവർ നിയമമായി മുന്നോട്ട് പോയാൽ എല്ലാം കഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ബന്ധത്തിലിരിക്കുമ്പോൾ ആരും പോകാൻ ശ്രമിക്കില്ല. അതുകൊണ്ടാണ് അവർ ഡിവോഴ്സുമായി മുന്നോട്ട് പോയാൽ വടവർ ഇറ്റ് ഈസ്. പക്ഷേ
ഇത് കേരളത്തിന് ഹാനികരമാണ് ഇത്തരത്തിലുള്ള നടപടികൾ, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു കെണിയാന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ പറയുന്ന അടിച്ചേൽപ്പിക്കുക ഈ ഒരു ചിന്താഗതി, ഓക്കെ, അതായത് ഇതൊരു കൂളാണെന്നും ചിന്താഗതി അടിച്ചേൽപ്പിക്കുകയാണ്. ചിന്തിക്കണം, ഓരോ വ്യക്തിയും ആത്മപരിശോധന ചെയ്യേണ്ട നിമിഷമായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായി സംസാരിക്കേണ്ട സമയം എത്തിച്ചിരിക്കുന്നു. കാരണം അത്രയും ഇൻഫ്ലുവൻസ്ഡ് ആണ് പുറത്തുനിന്ന് കിട്ടുന്നത്. കാരണം സിനിമകൾ, റീൽസുകൾ, ഫേസ്ബുക്കുകൾ, പല നവമാധ്യമങ്ങളും ഇറ്റ്സ് ട്രൈങ് ടു പുട്ട് ഡാർക്ക് വെബിൽ കൂടെ ദ ട്രൈങ് ടു പുട്ട് ദിസ് പ്രൊപ്പഗണ്ട. നിങ്ങൾ ചിന്തിക്കാൻ സാധിക്കില്ല കുട്ടികളെ, ദിസ് ഈസ് അബ്സല്യൂട്ട്ലി ഡിഫറെൻറ്റ്. ഡാർക്ക് വെബിൽ കൂടെ ഈ പറയുന്ന പ്രത്യേക പ്രൊപ്പഗണ്ട ഇറ്റ്സ് സ്പിന്നിങ്. അത് നിങ്ങളുടെ ഈ പല ടൈം ലൈനുകളും നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. പല ടൈം ലൈനുകളും നമുക്കൊരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം വളരെ ഈസിയാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന നവമാധ്യമങ്ങൾ കുട്ടികൾ ബാൻ ചെയ്തിരിക്കുന്നത്? ഓസ്ട്രേലിയ ബാൻഡാണ്, പല രാജ്യങ്ങളും ബാൻ ചെയ്യാൻ കാരണം എന്താ? ഓരോ വ്യക്തിയുടെയും സ്വഭാവ രൂപീകരണം നമ്മുടെ കയ്യിലാണ്. ഇതിന് ടെക് പ്രൊഫഷണൽ ആൾക്കാരുടെ കയ്യിലാണ്. നമുക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ടൈം ലൈനിലേക്ക് എന്ത് കൊടുക്കണമെന്ന്. ഓക്കെ, വളരെ നിങ്ങളുടെ ഇമോഷൻസ് അനുസരിച്ച് നിങ്ങളൊരു വിരഹഗാനം അല്ലെങ്കിൽ നിങ്ങളൊരു ഇമോഷണൽ സോങ് കേട്ടാൽ, സോ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് നിങ്ങളൊരു പ്രത്യേക അവസ്ഥയിൽ കൂടെ കടന്നു പോകാൻ നമുക്കറിയാം. ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ വി ക്യാൻ ഡാർക്ക് വെബിൽ കൂടെ നമുക്ക് ഈ പറഞ്ഞ പല കണ്ടന്റും ഇതിനെ സാധൂകരിക്കുന്ന കണ്ടന്റുകൾ കൊണ്ട് സാധിക്കും. ഇതൊക്കെ ഒരു ബിസിനസ്, ഇതൊക്കെ ഒരു മായ ലോകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മപരിശോധന നടത്തുക, നിങ്ങൾ പങ്കാളിയുമായി സംസാരിക്കുക. തീർച്ചയായിട്ടും ഇതിനെ കൂളാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന നവമാധ്യമങ്ങളെ നിങ്ങൾ ബഹിഷ്കരിക്കേണ്ട സമയം ആയിരിക്കുന്നു.